കരിങ്കൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സുവർണ ജൂബിലി സാംസ്കാരികോത്സവം ഭദ്രദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്ററും ഒപ്പം നമ്മുടെ വിശിഷ്ടാതിഥികളും എല്ലാവരും ചേർന്ന് ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഭദ്രദീപം കൊളുത്തുകയാണ്. ആറു പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച സംഗീത ജീവിതമാണ് ശ്രീ വിദ്യാധരൻ മാസ്റ്ററുടേത്. മാഷിനെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ മംഗളാലയത്തിൽ ജനിച്ച ശ്രീ വിദ്യാധരൻ മാസ്റ്റർ 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഓ റിക്ഷാവാല എന്ന പാട്ടിന് മെഹ്ബൂബിനൊപ്പം കോറസ് പാടിക്കൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. വർണ്ണ ബലൂണുകൾ പറത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി കളർഫുൾ ആക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ വിദ്യാധരൻ മാസ്റ്ററും മറ്റു വിശിഷ്ടാതിഥികളെല്ലാം തന്നെ ചേർന്ന് നമ്മുടെ വർണ്ണ ബലൂണുകൾ ഈ സായം സന്ധ്യയുടെ ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ്. അരനൂറ്റാണ്ടിലേറെയായി സംഗീതം പഠിപ്പിച്ചും പാടിയും മലയാളി മനസ്സിൽ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കുന്ന പാട്ടുകൾ നിറച്ച അതുല്യ സംഗീതജ്ഞനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്രയും നല്ല സഹകരണവും സ്നേഹമുള്ള ആൾക്കാർ, അത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, കേരളത്തിൽ 14 ജില്ലകളുണ്ടെങ്കിലും പ്രത്യേകിച്ച് വടക്ക് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം, ഒരു സുഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതൽ അനുഭവിക്കുന്നതാണ്. തൃശ്ശൂർ ജില്ലക്കാരനാണ്, പക്ഷേ കൂടുതൽ സമയവും കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ്, കണ്ണൂർ ഈ പരിസരങ്ങളിലാണ് കൂടുതൽ ഞാൻ വരുന്നതും ഞാൻ പങ്കെടുക്കുന്നതും. അതിൻ്റെ കാരണം തന്നെ ഈ സ്നേഹമുള്ള കൂട്ടായ്മ, മനുഷ്യർ തമ്മിലുള്ള ഐക്യം, ഈ സഹൃദയത്വം, സഹകരണം, ഇത് വേറൊരു തരത്തിലും കാണാത്തൊരു സംഭവമാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും ഇങ്ങനെയല്ല കാണുക. ഒരു കലാസമിതി ഉണ്ടാക്കുക, ഒരു വായനശാല, അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നു, പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ കേൾക്കുന്നത് ഇല്ല എന്നാണ്. വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കലാസമിതികളും നാടക സംഘങ്ങളും സംഗീത വിദ്യാലയങ്ങളും ഒക്കെ വളരെ ആർഭാടമായി ആരംഭിക്കും. പിന്നീട് അത് കുറച്ച് 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ കേൾക്കുക തന്നെയില്ല. ഇവിടെ 50 വർഷം പൂർത്തിയാക്കാൻ പോകുന്നവർ, അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സും ഇതിൽ സഹകരിക്കുന്നവരുടെ മനസ്സും അവരുടെ ഒത്തുചേരൽ, അവരുടെ ദീർഘവീക്ഷണം, അവരുടെ സ്നേഹം, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ ഇന്ന് ഈ ജനുവരി മാസം തുടങ്ങി ഡിസംബർ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിലേക്കാണ് ഇവർ ഈ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഭംഗിയായി നടക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത്രയുമുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടും ഒരു അർഹതയുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ വയസ്സൊക്കെ കൂടെ വിളിച്ച് പറഞ്ഞു, കഴിഞ്ഞ വർഷം എൻ്റെ ജന്മനാൾ പിറന്നാൾ ആഘോഷം നടത്തിയത് തെക്ക് ഭാഗത്ത് ഓച്ചിറയ്ക്ക് അടുത്തുള്ളൊരു അമ്പലത്തിലായിരുന്നു. അതൊരു വല്ലാത്തൊരു അനുഗ്രഹം
നിമിത്തമായി തോന്നി. അവിടെ വെച്ച് ഏറ്റവും വലിയ അവിടുത്തെ പറവെപ്പ്, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഏറ്റവും വലിയൊരു വഴിപാട് എന്ന് പറയുന്നത് ഈ തുലാഭാരം, അങ്ങനെ പലതരത്തിലുള്ള ചിട്ടകളും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് ചിട്ടകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുകയും അവർ 2 പാട്ടുകൾ എന്നെ കൊണ്ട് ചെയ്യുകയും ആ പാട്ട് അവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്തു. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം വരെ നേടിയിട്ടുള്ള ശ്രീ വിദ്യാധരൻ മാസ്റ്റർ സിനിമാ ഗാനങ്ങളിൽ ഒതുങ്ങാതെ സംഗീതത്തിൻ്റെ പല വഴികളിലൂടെ നടന്ന സംഗീതജ്ഞനാണ്. കഥാവശേഷനിലെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും, തണ്ണീർമത്തൻ ദിനങ്ങളിലെ എന്ത് വിധീത്, സമീർ സിനിമയിലെ മഴചാറും ഇടവഴിയിൽ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഉൾപ്പെടെ മലയാളി മനസ്സിൽ മായാതെ നിൽക്കുന്ന നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ സംഭാവന ചെയ്തു കഴിഞ്ഞു. മാഷിനെ ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ്, എല്ലാവിധ നന്മകളും നേരുകയാണ്. കരിങ്കൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഭാരവാഹികളും ഈ നാട്ടുകാരും മുഴുവൻ ആളുകളും മാഷിന് ജന്മദിനാശംസകൾ നേരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ളയാളാണ് ഡോക്ടർ ശ്യാം കൃഷ്ണൻ. താങ്ക് യു. അടുത്തതായി കേരള ഫുട്ബോൾ ടീം അംഗം സച്ചിൻ സുനിലിനുള്ള ഉപഹാര സമർപ്പണമാണ്. ദേശീയ ഗെയിംസ് ഫുട്ബോൾ മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കേരള ഫുട്ബോൾ ടീം അംഗം സച്ചിൻ സുനിൽ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. മയിൽ യങ് ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ ഗോളിയായിരുന്ന സി സുനിലിൻ്റെ മകനായ സച്ചിൻ അച്ഛൻ്റെ കളി കണ്ടാണ് കളിക്കാരനായി മാറിയത്. കേരളത്തിൻ്റെ പ്രതിരോധ നിരയിലെ കരുത്തായിരുന്നു സച്ചിൻ. താങ്ക് യു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ് കുമാരി പല്ലവി രതീഷിനെ ക്ഷണിക്കുകയാണ്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ വിജയിയാണ് നമ്മുടെ പ്രിയങ്കരിയായ ഈ ചെറിയ മോൾ പല്ലവി രതീഷ്. അച്ഛൻ്റെ പാത പിന്തുടർന്ന് നിരവധി സംഗീത പരിപാടികളിൽ തിളങ്ങുന്ന താരമായി മുന്നേറുകയാണ് പല്ലവി രതീഷ്. താങ്ക് യു. നീതു എസ് രാജീവ് ചക്കരക്കൽ, സീനിയർ ഫീമെയിൽ വിഭാഗത്തിലെ നീതു എസ് രാജീവ് ചക്കരക്കൽ. ആരാധ്യ സുഭീഷ്. ആദിത്യ നണിയൂർ, സീസൺ 5 പങ്കെടുത്ത ആദിത്യ നണിയൂർ. സീസൺ 5 പങ്കെടുത്ത രാജേഷ് തച്ചൻ. ഉത്തര കേരള ഗാനോത്സവം റിയാലിറ്റി ഷോ സീസൺ 5 പങ്കെടുത്ത രാജേഷ് തച്ചൻ. ഉത്തര കേരള ഗാനോത്സവം റിയാലിറ്റി ഷോ സീസൺ 5 പങ്കെടുത്ത നീതു. ഉത്തര കേരള ഗാനോത്സവം സീസൺ 5 പങ്കെടുത്ത നീതുവാണ് ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. അടുത്തതായി റിയാലിറ്റി ഷോ സീസൺ 5 പങ്കെടുത്ത വർഷ കെ. KSNDC സുവർണ ജൂബിലി സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്തര കേരള ഗാനോത്സവത്തിൽ റിയാലിറ്റി ഷോ സീസൺ 5 പങ്കെടുത്ത വന്ദന ശ്രീനാഥ്. KSNDC സുവർണ ജൂബിലി സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്തര കേരള ഗാനോത്സവം സീസൺ 5 പങ്കെടുത്ത ദേവന ദിബിനേഷ്. അടുത്തതായി അനൈറാം കെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അടുത്തതായി സിയോണ സിമിത്തിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
അടുത്തതായി വൈഷ്ണവ് പ്രദീപ്. വൈഷ്ണവിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വൈഷ്ണവ് അടുത്തതായി മേഘ തമ്പാൻ. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി മേഘ തമ്പാനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ആരാധ്യ മനോജിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. തേജസ് പ്രസീദ്. സീസൺ 5 പങ്കെടുത്ത തേജസ് പ്രസീദിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി അശ്വിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ചന്ദൻ പെരുമണ്ണ്. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ചന്ദ്രൻ പെരുമണ്ണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി നിപുണ ഊട്ടുപുറം. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നിപുണയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കണ്ടെടുത്തതാരാണ്? ഓ കണ്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടുവേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? വെളിൽ വിളമ്പിയ പൈമ്പാലം നോട്ടു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലം നോട്ടു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീർ തിളച്ചിരുന്നു. അങ്ങനെ ഞാനന്നും കരഞ്ഞിരുന്നു. കൽപ്പാന്തകാലത്തോളം കാതലേറിയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണ രൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതലേറിയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലും എൻ്റെ
കൽപ്പാന്ത കാലത്തോളം കാതരേ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കൂ. നമ്മുടെ അതുല്യനായ ഈ ഒരു ഗായകനെ, കൽപ്പാന്ത കാലത്തോളം നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്നെന്നും മായാതെ നിൽക്കുന്ന ഈ വരികൾ സമ്മാനിച്ച ഈ അതുല്യ ഗായകനെ, ഈ ഒരു സംഗീത സംവിധായകനെ നമുക്ക് നേരിൽ കണ്ട് ആ ഒരു ഗാനം ആസ്വദിക്കാനുള്ള ഒരു അപൂർവ നിമിഷങ്ങളാണ് കൈവന്നിരിക്കുന്നത്. ഒരു നല്ല കൈയടി ഒന്നുകൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. KVR വെഹിക്കിൾസ്, കണ്ണൂർ വിഷൻ ഉത്തരമേഖല ഗാനോത്സവം മെഗാ ഫിനാലെ തുടക്കം കുറിക്കുകയാണ്. ആദ്യം നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ, സംഗീത സംവിധായകൻ ശ്രീ രതീഷ് കുമാർ പല്ലവിയാണ് വേദിയിലെത്തുന്നത്. നമുക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു ഗാനോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. വിധികർത്താവായി വന്നിരിക്കുകയാണെന്നറിയാം. എങ്കിലും ഈ ഒരു ഗാനോത്സവത്തിന് നല്ല വരികൾ കേട്ടുകൊണ്ട് നമുക്കൊരു തുടക്കമാവാം. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഒരു ഗാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു മത്സരം ആരംഭിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി വിധികർത്താവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും മനോഹരമായ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാൻ അവസരം നൽകിയതിൽ താങ്ക് യു. ഇനി നമ്മുടെ കൊച്ചു ഗായിക പല്ലവിയുടെ ഒരു ഗാനം കൂടി ആവാം. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ വിജയിയാണ് നമ്മുടെ കുമാരി പല്ലവി രതീഷ്. താങ്ക് യു പല്ലവി. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്.
കരിങ്കൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് KVR വെഹിക്കിൾസ് കണ്ണൂർ വിഷൻ ചാനൽ ഉത്തര കേരള ഗാനോത്സവം ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ മത്സരാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. സംഗീത രംഗത്തെ പ്രതിഭാശാലികളായ ശ്രീ കമറുദ്ദീൻ കീച്ചേരി, ഡോക്ടർ ഷിജി രാജ്, രതീഷ് കുമാർ പല്ലവി എന്നിവരാണ് ഈ ഗാനോത്സവം മെഗാ മ്യൂസിക് റിയാലിറ്റി ഷോയ്ക്ക് ഗ്രാൻഡ് ഫിനാലേക്ക് വിധികർത്താക്കളായി ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നായി അയച്ചു കിട്ടിയ 40ഓളം പാട്ടുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 18 പേരാണ് KVR വെഹിക്കിൾസ് കണ്ണൂർ വിഷൻ ഉത്തര കേരള ഗാനോത്സവം ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഉത്തര കേരള ഗാനോത്സവം മെഗാ മ്യൂസിക് റിയാലിറ്റി ഷോ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തവർ സീനിയർ മെയിൽ ആൻഡ് ഫീമെയിൽ 1-2 സ്ഥാനങ്ങൾ ക്യാഷ് അവാർഡ് TV കൃഷ്ണൻ അവരുടെ സ്മരണയ്ക്ക് കുടുംബമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജൂനിയർ വിഭാഗത്തിൽ കോരഞ്ചെറിയത്ത് നാരായണൻ, മയിലാട്ട് ദേവിയമ്മ എന്നിവരുടെ സ്മരണാർത്ഥം കുടുംബമാണ് ജൂനിയർ വിഭാഗത്തിനുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മൊമെന്റോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് KV പ്രമോദ്, റൈറ്റ് ലോജിസ്റ്റിക്സ് ചെന്നൈ എന്നിവരാണ് മൊമെന്റോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. മത്സരാർത്ഥികളെ വിളിക്കുകയാണ്. ആദ്യം കോഡ് നമ്പർ 302 ജൂനിയർ വിഭാഗത്തിൽ 302 സംഗീതമേ അമരസല്ലാപമേ എന്ന് തുടങ്ങുന്ന ഗാനവുമായി കോഡ് നമ്പർ 302 ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കാനെത്തുന്നു. രവിയുടെ സംഗീതത്തിന് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് കോഡ് നമ്പർ 302 ആലപിച്ചത്. താങ്ക് യു. 201 രാജഹംസമേ എന്ന് തുടങ്ങുന്ന ചമയം എന്ന സിനിമയിലെ ഗാനം ജോൺസൺ മാഷിന്റെ സംഗീതം
കൈതപ്രത്തിന്റെ വരികൾ KS ചിത്ര ആലാപിച്ച് ഹിന്ദോള രാഗത്തിലുള്ള രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനവുമായി എത്തുന്നു കോഡ് നമ്പർ 201. രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം ചമയം എന്ന സിനിമയിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം KS ചിത്ര ആലപിച്ച ഗാനവുമായി എത്തുന്നു കോഡ് നമ്പർ 201. KV വിജയൻ, KG ജയൻ എന്നിവരുടെ സംഗീതത്തിന് ബിച്ചു തിരുമലയുടെ വരികൾ KJ യേശുദാസ് ആലപിച്ച് ഗൗരി മനോഹരി ശങ്കരാഭരണം ആഭോഗി രാഗത്തിലുള്ള ഗാനവുമായി എത്തുന്നു കോഡ് നമ്പർ 101. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാഗസുധ സാഗരത്തിൽ നീരാടി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി കടവിലും ആനക്കുട്ടിലും ആസ്വാദക ലക്ഷ്യം നിറഞ്ഞു നിന്നു ആറാട്ടു കടവിലും ആനക്കുട്ടിലും
ഉള്ളിലും ആസ്വാദക ലക്ഷ്യം നിറഞ്ഞു നിന്നു സതിരു തുടങ്ങി സംഗീത ലഹരിയിൽ സദസ്യ നിശ്ചലരായി. ഇതേ കയ്യടി ഇത്രയും മനോഹരമായി ഇന്നും പല ഗാനമേള ടീമുകളും ഓർക്കസ്ട്രക്കാര് വായിക്കാൻ പേടിക്കണ ഒരു പാട്ടാണിത്. അത്രയും ഗംഭീരമായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. മൃദംഗവും എസ്പെഷ്യലി ചൗഡയുടെ സിംഗിൾ വയലിനൊക്കെ അങ്ങ് പൊളിച്ചു തന്നെ പറയാം. സൂപ്പറായിരുന്നു. പേര് തേജസ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഒന്നും ഇല്ലാതെ കേവലം ഒരു ശ്രുതിയിലാണ് തുടങ്ങുന്നത്. അത് തന്നെ വളരെ ശ്രുതി ശുദ്ധമായിട്ട് തുടങ്ങാൻ പറ്റി എന്നുള്ളത് നല്ലൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ നല്ല ഭാവത്തോടു കൂടി തന്നെ പാടി. ഈ അക്ഷരസ്ഫുടത മോനൊന്ന് ശ്രദ്ധിക്കണം. ശബ്ദം ഒന്നുകൂടി മെച്ചൂർഡായി വരുമ്പോൾ അതൊന്നും കൂടെ നന്നായി പാടി. ഒരു രാഗമാലികയായിട്ട് ചിട്ടപ്പെടുത്തിയ പാട്ടാണല്ലേ ഇത്. അപ്പോൾ ആ രാഗത്തിനോട് ശങ്കരാഭരണത്തിനൊക്കെ അതേ കറക്റ്റ് ഭാവമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ സെക്കൻഡ് പോർഷൻ ഫുള്ളും ശങ്കരാഭരണത്തിൻ്റെ പലവിധ ഭാവങ്ങളിലേക്ക് കൂടി കടന്നു വന്നു. അപ്പോൾ അതേപോലെ തന്നെ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. പാടിയ പാട്ടിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കേട്ടവർക്കൊക്കെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവർ പറഞ്ഞ കുറച്ച് കറക്ഷൻസ് ഞാൻ ശ്രദ്ധിച്ചു. അക്ഷരസ്ഫുടത, പിന്നെ ശ്രുതി ചെറുതായിട്ടൊരു പല്ലവിയുടെ പോർഷനിൽ ഒരു തുടങ്ങി നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്നൊക്കെ വരുമ്പോൾ ആ എൻഡിങ് പോർഷൻ ഒന്ന് ശ്രുതി ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി. ജൂനിയർ വിഭാഗം കോഡ് നമ്പർ 303 മൈനാകം കടലിൽ നിന്നുയരുന്നുവോ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം തൃഷ്ണ. ശ്യാമിൻ്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ജാനകിയമ്മ പാടിയിരിക്കുന്നു. കോഡ് നമ്പർ 303. സിയോണ നന്നായിട്ട് പാടി. മോൾ എത്രയല്ലേ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ആ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ
വലിയ കുഴപ്പമില്ലാണ്ട് പാടിയിട്ടുണ്ട്. സ്വരസ്ഥാനങ്ങളൊന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കുറേ പ്രാവശ്യം കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. പരമാവധി ശ്രുതി ബോക്സ് തമ്പുരു ശ്രുതി ഇട്ടിട്ട് ഏത് പാട്ടും പരമാവധി ശ്രുതി ശ്രദ്ധിച്ചുകൊണ്ട് പാടാനുള്ള ശ്രമം നമ്മൾ നടത്തണം കേട്ടോ. ഓക്കെ, നന്നായി പാടിയിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ പാടി എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്താട്ടെ. ഈ മോള് നല്ല കൂളായിട്ട് പാടിയിട്ടുണ്ട്, അടിപൊളി. മറുപടി ഇല്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂളാണ്. നന്നായിരുന്നു പാടി, നന്നായിട്ട് പാടി, നല്ല സെലക്ഷനാണ്. ഇതാരാ പാടിയെന്നറിയോ? ആരാ? ജാനകി അമ്മയാണ് പാടിയത്. എനിക്ക് നല്ല സെലക്ഷൻ. നേരത്തെ ഷിജി മാം പറഞ്ഞതുപോലെ പ്രായത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാട്ട് നന്നായിരുന്നു. കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ എത്രയോ ഭാവഗാനങ്ങൾ പാടി നമ്മളെ വിസ്മയിപ്പിച്ച ജാനകി അമ്മ പാടി വെച്ചൊരു ക്ലാസിക് സോങ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രായത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. പക്ഷെ ശ്രുതിയുടെ പ്രശ്നം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഹമ്മിങ്ങിൽ അല്ല മൂന്നാമത്തെ അതൊന്നും അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ലാൻഡിങ്ങിൽ വരുന്ന ഹമ്മിങ്ങിൽ ആ ഒരു സംഗതികൾ അത് ഫസ്റ്റ് ഹമ്മിങ്ങിലും സ്ലിപ്പായിട്ടുണ്ട്. സ്വരം കഴിഞ്ഞിട്ട് പാടിയ ഹമ്മിങ്ങും പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ ഈ പരതുന്നു ഹൃദയം എന്നൊക്കെ പാടിയ സംഗതികളുടെ ക്ലാരിറ്റി ഒന്നും കൂടി വൃത്തിയാവണം. കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം അല്ലാതെ നമ്മൾ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ഒരു മാർക്കിടും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുമ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല എങ്കിൽ നേരത്തെ ഗംഭീരം എന്ന് പറഞ്ഞ സമ്മാനം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സംഗതികൾ ഈ പ്രശ്നങ്ങൾ പറയണത്. KSNTC കണ്ണൂർ വിഷൻ KVR വെഹിക്കിൾ ഉത്തര കേരള ഗാനോത്സവം മെഗാ ഫിനാലെ സീനിയർ ഫീമെയിൽ കോഡ് നമ്പർ 202. ചിത്രം ആറാം തമ്പുരാൻ. പാടി തൊടിയിലേതോ എന്ന് തുടങ്ങുന്ന ഗാനം രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. പാടിയത് KJ യേശുദാസ്. ദർബാർ രാഗത്തിലുള്ള ഗാനം, കോഡ് നമ്പർ 202.
വർഷ ആദ്യം തന്നെ പറയട്ടെ, കിഡിലൻ വോയിസ് ആണ്, നല്ല ഗെയിനുള്ള, വിശേഷിപ്പിക്കുകയാണെങ്കിൽ കട്ടിങ് എഡ്ജ് വോയിസ് എന്നൊക്കെ പറയാം. കാരണം വെച്ചാൽ വളരെ ഇങ്ങനെ വാണിയമ്മയുടെ ഒക്കെ ഒരു വോയിസിനെ പറയില്ലേ നമ്മള്, വാണി ജയറാമിൻ്റെ ഒക്കെ വോയിസ് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് വോയിസ് ആണ്. പക്ഷെ അങ്ങനെ ഒരു വോയിസിലുള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഇത്തിരി ഒതുക്കി പാടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് പിച്ച് ഔട്ട് വരും. പക്ഷെ ഷാർപ്പായ വോയിസ് ആണ്. അപ്പൊ ഇങ്ങനെ തുറന്നടിച്ച് പാടുമ്പം ശ്രുതി എപ്പോഴും ഒരു പടിക്ക് ഇങ്ങനെ ഷാർപ്പാവാനുള്ള ടെൻഡൻസി ഇങ്ങനെ കാണിക്കും. അത് ഈ പാട്ടില് മുഴുനീളമുണ്ടായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഈ പാട്ടിലെ ഓരോ പാടിയും ആ സംഗതികളെല്ലാം വ്യത്യാസമാണ്. അതെല്ലാം നിങ്ങളുടെ ടാലന്റിന്റെ മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല സെലക്ഷൻ, നല്ല ശബ്ദം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മോളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായി പാടാൻ പറ്റും. പിന്നെ ഇതന്നെ ശ്രദ്ധിച്ചേരായികയാണ് പല ഭാഗത്തും വന്ന ഒരു കാര്യം ഉണ്ടായത്. പിന്നെ പ്രാക്ടീസ് കുറച്ച് ഉഴപ്പിയ പോലെ തോന്നി അല്ലേ? ഒരു മടിയുണ്ട്. ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഒന്ന് തട്ടിക്കൊട്ടി സ്റ്റേജിലേക്ക് കയറിയതാണ് ഇപ്പോൾ കണ്ടത്. കറക്റ്റ് അല്ലേ? ാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ അത് തന്നെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് ശ്രുതി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുക. ശ്രുതി പാടുന്നതിനെ ശ്രുതിനെക്കാട്ടിലും കുറച്ചായിട്ടാണ് നിൽക്കുക. പ്രതീക്ഷയുടെ പറഞ്ഞ പോലെ ഷാർപ്പ് വോയിസ് ആയതുകൊണ്ടാണ് അതിന്ന് കുറച്ചുകൂടെ ഔട്ടായിട്ട് മേലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഫുള്ള് ത്രൂ ഔട്ട് പാട്ടിലുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് നമ്മളിവിടെ എഴുതുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടാവും. നമ്മൾ മൂന്നുപേരും കുനുകുനായി ഇവിടുന്ന് എഴുതി വെക്കുക എന്തൊക്കെയാണ് പോരായ്മകളെന്ന് പറയാൻ. അപ്പോൾ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രീലവസന്തം എന്ന് തുടങ്ങുന്ന ഗാനം, ചിത്രം നന്ദനം. രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. യമുന കല്യാണി രാഗത്തിലുള്ള ശ്രീലവസന്തം എന്ന് തുടങ്ങുന്ന ഗാനവുമായി എത്തുന്നു ഉത്തര കേരള ഗാനോത്സവം മെഗാ ഫിനാലെ സീനിയർ മെയിൽ വിഭാഗം കോഡ് നമ്പർ 102. മധുരയിൽ പൂർണ്ണതയായി ശ്രീലവസന്തം വിളിയൊഴിഞ്ഞു മധുരയിൽ പൂർണ്ണതയായി ഗോപേ ഹൃദയം തരളിതമായി ഗോപേ ഹൃദയം തരളിതമായി മാധവ സംഗമമായി രാധാ മാധവ സംഗമമായി ശ്രീലവസന്തം വിരിയൊഴിഞ്ഞു മധുരയിൽ പൂർണ്ണതയായി. മായക്കണ്ണൻ നീയാ മധുനുകരും നേരം ആകാശക്കടമ്പ് വിരിയുമൊരു നക്ഷത്രക്കുരുന്നു യമുനയിലെ നീരോളം പരപ്പ് എളിയുമൊരു രാത്രികൾ തിടമ്പും ശ്രുതി മുറുകും അമൃത സംഗീതലയവും ഒന്നാകും അതിയരസുസരം കൃഷ്ണ ദേവനേ ബാരോ
ശ്രുതിശുദ്ധമായ ആലാപനമാണ്. പൂർണ്ണമായി നമുക്ക് ലൈവിൽ സംഭവിക്കാൻ പറ്റുന്നത് ഒരു സ്ഥലത്ത് പ്രകടമായിട്ട്, ഒരു സ്ഥലത്ത് മാത്രം. എവിടെയെന്നറിയോ? ലാസ്റ്റ് ചരണത്തില് സുഗന്ധ സമ്മോഹ എന്ന് പാടിയില്ലേ, ആ ഒരു പോർഷനിൽ ഒരു ലൈറ്റായിട്ട് അനുപല്ലവിയിലും സെയിം. കാരണം ആ ഒരു പീസ് എന്ന് പറയുന്നത് സ്വരങ്ങളുടെ ഒരു ജമ്പിങ് ആണ്. ആ ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു ശ്രുതിയുടെ പ്രശ്നം ഒഴിച്ചാൽ ബാക്കി ഹമ്മിങ്ങൊക്കെ സൂപ്പറായിരുന്നു, നന്നായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു പാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ദാസേട്ടൻ മലയാള സിനിമയിൽ നന്ദനം എന്ന സിനിമയിലേക്ക് പാടിയൊരു പാട്ടല്ലേ ഇത്, ശ്രീലബസന്തം അല്ലേ? അതില് ചില സ്ഥലത്ത് ആ ഒരു സ്ലൈഡിങ് കയറ്റൊക്കെ ഉണ്ട് അനുപല്ലവിയിലേക്ക്. അതൊക്കെ ഭാവസാന്ദ്രമായി മനോഹരമായിട്ട് പാടി. പിന്നെ അനുപല്ലവിയുടെ അവസാന ഭാഗവും അതുപോലെ തന്നെ ചരണത്തിന്റെ അവസാന ഭാഗത്തുള്ള ചെറിയൊരു സ്ലിപ്പിങ്, അത് നമ്മൾ ഈ ജഡ്ജ്മെന്റിൽ ശ്രദ്ധിക്കുന്നുണ്ടാണേ, ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ല. ആ ഒരു സ്ലോ ഫാസ്റ്റ് ഓർക്കസ്ട്രേറ്റ് വരുമ്പോഴുള്ള ആ ഒരു സംഭവം ആണ് എനിക്ക് കാര്യമായിട്ട് തോന്നിയൊരു കാര്യം. ബാക്കിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ത്രൂ ചേർക്കുന്നെല്ലാം പറയില്ലേ അല്ലേ? അത്രയും നമുക്ക് ആസ്വദിക്കാനും പറ്റി. അത്രയും ഭാവത്തിൽ പാടി, രാഗഭാവം ആയിക്കോട്ടെ, ഭയങ്കര ആസ്വദിച്ചിട്ട് പാടി. ഒരു സ്ട്രെയിനോ ഒന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് കാണുമ്പം അത്രയും ആസ്വദിച്ചു പാടി. അത്രയും ഇഷ്ടമുള്ള ഒരു പാട്ട് ആണെന്ന് തോന്നി. കദളി കൺകദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനം നെല്ല് എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരി സംഗീതം പകർന്ന് ലതാ മങ്കേഷ്കർ ആലപിച്ച കദളി കൺകദളി ചെങ്കദളി എന്ന് തുടങ്ങുന്ന ഗാനവുമായി എത്തുന്നു ഒരു കൊച്ചുമിടുക്കി 304. നന്നായി പാടി കേട്ടോ. സൗണ്ട് കോൾഡ് പിടിച്ചിട്ടുണ്ടോ? തണുപ്പാണോ? ഇല്ല. ഒരു ആദ്യം പാടിയപ്പോൾ ഒരു ചെറിയൊരു അടപ്പ് വന്നില്ലേ, ജലദോഷം പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. പിന്നെ മേലെ പാടുമ്പോൾ ഒരു മൂക്കിനെ കൊണ്ട് പാടുന്ന പോലെ ഒരു നേസൽ വോയിസ് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് വലുതാവുമ്പോൾ ശരിയായിക്കോളും. 2ാം ക്ലാസ് ആയിരിക്കും. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഈ കൈയ്യടി പോരാ. എത്ര രസമായിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാ മോള് പാടിയത്. അടിപൊളി കേട്ടോ. അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. പൂവേണോ പാടിയേ. ആ പല്ലവിലി തുടങ്ങുമ്പോൾ ആ സ്ഥലം പോയിരുന്നിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടി ആയിട്ട് മോള് പാടി കേട്ടോ. നന്നായി പാടി. നല്ല രസമായിട്ട് കേൾക്കാൻ. ഇതാരാ പാടിയെന്നറിയോ? അതാരാ? ലതാ മങ്കേഷ്കർ. അതാരാ?
മലയാളിയല്ലേ? ആ, അപ്പൊ മനസ്സിലായി ആളെ അറിയാന്ന്. മലയാളി അല്ല. ആ, ലതാ മങ്കേഷ്കർ ഹിന്ദിയിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അവര് മലയാളത്തിൽ ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ. ആ പാട്ടാ ഇത് പാടിയേ. നമ്മൾ പാട്ടുകൾ പാടുമ്പോഴേ അതിന്റെ പിന്നണിയിൽ ആരാണെന്നൊക്കെ അറിയണം. അപ്പോഴാണ് ആ പാട്ടിന്റെ ഒരു മഹത്വം അറിയണേ. മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയും? അതറിഞ്ഞൂടാ. നമ്മൾ അമ്മ അതേ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലേ? സലീൽ ചൗധരിയാണ് ചെയ്തത്. നെല്ല് എന്ന സിനിമയില് നന്നായിട്ട് പാടി. മോളുടെ വോയിസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു വോയിസ് ആണ്. സംസാരിക്കുമ്പോൾ തന്നെ വസീകര ടൈപ്പ് ഒരു വോയിസ് ആണ് അല്ലേ? ഒരു ബേസ് ഉള്ളൊരു വോയിസ് ആണ്. കോഡ് നമ്പർ 203 ഏതോ നിദ്രതൻ എന്ന് തുടങ്ങുന്ന ഗാനവുമായി എത്തുന്നു. കോഡ് നമ്പർ 203 അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിന് കൈതപ്രത്തിന്റെ വരികൾ, KJ യേശുദാസ് ആലപിച്ചിരിക്കുന്ന മോഹന രാഗത്തിലുള്ള ഏതോ നിദ്രതൻ എന്ന് തുടങ്ങുന്ന ഗാനം. കോഡ് നമ്പർ 203. സമാധാനായ സത്യത്തിൽ അതല്ലേ തോന്നുന്നത്? ഒരു മഴ പെയ്തൊഴിഞ്ഞ പോലെയുള്ള സമാധാനം മനസ്സിലില്ലേ? ഉണ്ട്. എന്തിനാ ഇത്ര ടെൻഷൻ? ഒരു 2 കിലോ ശ്വാസമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ പാട്ടൊന്നും മനസ്സമാധാനമായിട്ട് പാടായിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു അല്ലേ? ബ്രീത്തിങ് പ്രോബ്ലം നല്ലോണം ഉണ്ടായിരുന്നു. ഓവർ പ്രാക്ടീസ് ചെയ്തു പാട്ട്.
കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. വോയിസിന് സ്ട്രെയിൻ വന്നു, നല്ല ക്രാക്ക് വന്നു. എസ്പെഷ്യലി ചരണമാകുമ്പോഴത്തേക്ക് ഓവർ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ടെൻഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഏത് പാട്ട് കേൾക്കുമ്പോൾ ഒരു ആസ്വാദകന് അത് ഹൃദ്യമായി തോന്നണ്ടെങ്കിൽ അതിൻ്റെ താളം, ശ്രുതി, ലയം ഒക്കെ ക്ലീൻ ആവണം അല്ലേ? അപ്പോൾ അത് മാക്സിമം ടെൻഷനൊന്നും ഇല്ലാതെ കണ്ട് ഈ പറഞ്ഞ പോലെ ഓവർ സ്ട്രെയിൻ ചെയ്യാതെ ആവശ്യത്തിന് മാത്രം പ്രാക്ടീസ് ചെയ്യുക, ടെൻഷൻ മാറ്റി വെക്കുക. ഓക്കെ, വേറൊരു കുഴപ്പമില്ല. ഓക്കെ, നന്നായി പാടാം. ഓക്കെ. നീതു, കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണിത് അല്ലേ? പാടി നോക്കിയാൽ അറിയാം എത്രമാത്രം ചെറിയ 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 സംഗതികളുണ്ട് ആ കണക്ഷനുമൊക്കെ. അപ്പോൾ കുഴപ്പമില്ലാതെ പാടിയിട്ടുണ്ട്. കുറേ ഇനിയും കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിട്ടും കേട്ടിട്ടും ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് അല്ലേ? ഇല്ലേ? ശ്രുതി കുറച്ച് പ്രശ്നമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ എഴുതി വെച്ചത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വികാര നൗകയുമായി എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം അമരം. രവീന്ദ്രൻ മാഷിന്റെ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ. പാടിയത് KJ യേശുദാസ്. മധ്യമാവധി രാഗം. കോഡ് നമ്പർ 103, സീനിയർ മെയിൽ വിഭാഗം. ചിലയലിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോ തടശിലയലിയുകയായിരുന്നു ഭൂമി തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാക്കരൈ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ വികാരനൗകയുമായി അമരത്തിലെ വളരെ സ്വീറ്റ് ആയിട്ടൊരു പാട്ട്, ശാന്തമായൊരു പാട്ട് എന്ന് പറയില്ലേ, നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ പാടുമ്പോൾ എനിക്ക് തോന്നിയത് ബേസ് പോർഷൻ, പ്രത്യേകിച്ച് പല്ലവി പാടുമ്പോൾ മൈക്ക് പ്ലേസ്മെൻറ്റ് അത് കുറച്ചും കൂടെ അടുത്തായിരുന്നെങ്കിൽ
ആ വോയിസിൻ്റെ ക്ലാരിറ്റി ഒന്നും കൂടെ വെളിയിലേക്ക് വരുമായിരുന്നു. ചന്ദ്രേട്ടൻ്റെ പേര് വോയിസ് ഞാൻ ഒരുപാട് കേട്ടതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. നേരെ ഹൈ പോർഷൻ പാടുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അനുപല്ലവിയിലായാലും ചരണത്തിലൊക്കെ ശ്രുതി ചേരാത്ത പ്രശ്നങ്ങൾ പല ഭാഗത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനറിയാതെ അതൊന്ന് പാടിത്തരുമോ? ഞാനറിയാതെ ആ പോർഷൻ. ഞാനറിയാതെ നിൻപൂമിഴിത്തും ആ നോട്ട്സ് അതൊന്ന് കൃത്യമായിട്ട് അത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ചില ഭാഗങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട്. അതേ ഈ ചില സംഗതികൾ എടുത്ത് പാടാൻ ശ്രമിക്കുമ്പം ഓർക്കസ്ട്രയായിട്ട് സിങ്ക് ഔട്ട് ആവുന്നുണ്ട്. നമ്മൾ സുഖിപ്പിക്കാൻ നോക്കുമായിരിക്കും, പക്ഷെ രണ്ട് സ്ഥലത്തും ചിലത് ഓഫ് ബീറ്റ് വരുമ്പം ബാറിൽ നിന്ന് ഒരു പൊടിക്ക് ലേറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് ആസ്വാദനത്തെ അത് ബാധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, ആ സാധനം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നേരത്തെ ഈ പറഞ്ഞതുപോലെ കമറുക പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ആ വോയിസ് കേട്ടിരുന്നു എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അതെന്താ പ്രശ്നം? ഇവിടെയാണ് മൈക്ക് പിടിക്കുന്നത്. ഞാൻ ഇവിടെ പിടിക്കുമ്പോഴത്തേക്കും എൻ്റെ വോയിസിന്റെ ലെവൽ മാറി, പക്ഷെ ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ വോയിസിന്റെ ഗെയിൻ മാറി. അപ്പൊ അതൊന്ന് മൈക്ക് പ്ലേസ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പറഞ്ഞിരുന്ന പോലെ അതൊന്നും കൂടെ ശ്രദ്ധിക്കും. ഓവറോൾ നല്ലതാണ്, പക്ഷെ ചില സംഗതികളൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റി കൊണ്ടുവരണം. ഒന്നും കൂടി പറ്റുന്ന ഒരാളാണ്, പക്ഷെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചെടുത്താൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് വെറുതെ ഒരു കല്യാണ ഫംഗ്ഷനോ മറ്റോ പാടുന്ന പോലെ കോമ്പറ്റീഷനെ കാണാതെ സിൻസിയർ ആയിട്ട് പാടുവാണെങ്കിൽ നല്ലതായിട്ട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ടാലന്റ് ഉള്ള നല്ലൊരു ഗായകനാണ്. സമയമിതപൂർവ സായാഹ്നം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ഹരികൃഷ്ണൻസ്. ഔസേപ്പച്ചൻ സംഗീതം നൽകിയിരിക്കുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ. പാടിയത് KJ യേശുദാസ്. നവരസ കന്നഡ ബേഗഡ ഷഹാന എന്നീ രാഗത്തിലാണ് ഗാനം. സമയമിതപൂർവ സായാഹ്നം. കോഡ് നമ്പർ 306 ജൂനിയർ വിഭാഗം. ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപണം യോഗവൈഭവം സ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപണം യോഗവൈഭവം യോദാരമീ പദചലനം ആനന്ദം തൊന്തദാനം തപനം ദാനം ഗമനം ദാനം തപനം ദാനം ഗമനം ജ്ഞാനം യമനം മുഖരിതമേ മൗനം പ്രണവമന്ത്രം വിമകരിത ഇതമപസ ഇതമപസ പൂർവ സായാഹ്നം ശിവമയ സംഗീതം ഹരിവദമനാദി സോപാനം അനന്ത സുഹൃതം സ്വയം. പരിവേദനമോ പരിനീരാകും
ദോം ദോം തനം ദോം ദോം തനം ദോം ദോം തനം താനം തപനം. അല്ലേ? ഈ ശബ്ദവും വന്നിട്ട് ജൂനിയറിലെ പിള്ളേരെ പാടി കൊച്ചു പിള്ളേരെ മൈനാകും പാടിക്കൊണ്ട് നടക്കുവാണ്. എന്നിട്ട് ഇവിടെ സമയമീത അവിടെ കഥകളി സംഗതികളെയൊക്കെ പിള്ളേർ പാടുന്നത്. പിള്ളേർക്ക് ഭീഷണിയാണ്. എനിവേ, പാടിയ പാട്ടിന് പറയുകയാണെങ്കിൽ നല്ല സെലക്ഷൻ. പല്ലവി ഒരു വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പല്ലവി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അനുപല്ലവിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ബേസ് പോർഷൻ വരുന്ന സമയത്ത് ക്ലിയർ ഇല്ല, കറക്റ്റ് അങ്ങോട്ട് രജിസ്റ്റർ ആവാത്ത പ്രശ്നമുണ്ട്. ഈ മുഖത്ത് ഇങ്ങനെ ഒരു നിർവികാരപരമായിട്ട് ഈ നോക്കുന്ന പോലെ തന്നെ പാട്ടിലും കാണുന്നു. അങ്ങനെ പാടില്ല. ആ പാട്ടിന് വേണ്ടുന്നൊരു ഫീല്, എസ്പെഷ്യലി കണ്ണേ, ഈ സാധനങ്ങളൊക്കെ ആ രാഗഭാവം കൊണ്ടുവരണം. ആ രാഗഭാവം നമ്മുടെ ആ പാട്ടിലേക്കൊന്ന് ആഴ്ന്ന് പാടുമ്പോഴാണ് അത് വരുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. 204 അങ്കോപാംഗം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ദേവാസുരം. MG രാധാകൃഷ്ണന്റെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. പാടിയത് KS ചിത്ര, ലളിത രാഗത്തിൽ. സീനിയർ ഫീമെയിൽ, കോഡ് നമ്പർ 204. ആദ്യമായി ഇത്രയും ടഫായ പാട്ടെടുത്തതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒരു ബ്രെത്ത് കൺട്രോളും ഒക്കെ വേണമല്ലോ അല്ലേ ഈ പാട്ടിനെ. അത് നന്നായിട്ട് കേൾക്കാനുമുണ്ട്, നമുക്ക് അറിയാനുണ്ട്. ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെയും ഈ പാട്ട് പാടാൻ നല്ല വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഓർക്കസ്ട്രയായിട്ട് ഒരു പൊടിക്ക് ഒരു ടെമ്പോയുടെ ഒരു ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ നമ്മളതാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള എന്തൊക്കെ പോരായ്മകളുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല വോയിസാണ്, നല്ല സൗണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ കണ്ണടച്ചൊക്കെ കേൾക്കുമ്പം റെക്കോർഡഡ് ആയിട്ടുള്ള പാട്ട് കേൾക്കുന്ന പോലെയുള്ള ഒരു വോയിസ് ഉണ്ട്. പിന്നെ ശ്രുതിയുടെ ഓവറോള് ശ്രുതിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ശ്രുതി എന്ന് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടോട്ടലി ഓർക്കസ്ട്രയായിട്ട് വരുന്ന സമയത്ത് ഈ പാടി ഒന്നാമത് വാക്കുകൾ ഒരുപാടാണ്, ചെറിയ പദങ്ങൾക്ക് ഒരുപാട് വാക്കുകളാണ്. അപ്പോൾ ഇത് മുഴുവൻ പാടി തീർക്കണം നമുക്ക് താളത്തിനുള്ളിൽ. ഇതിൻ്റെ ഇടയിൽ ശ്രുതിയുടെ പ്രശ്നം ടോട്ടലി വന്നു. പിന്നെ ലാസ്റ്റ് സ്വരങ്ങളൊക്കെ വരുമ്പോൾ ആ ഗായും റിയൊക്കെ ഒരു പൊടിക്കും കൂടി എത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾക്കിങ്ങനെ തോന്നിപ്പോകുന്നു, വളരെ മൈന്യൂട്ടായിട്ട്.
അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം കോമ്പറ്റീഷൻ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, നന്നായിട്ട് പാടി. കാരണം ഈ പാട്ട് ഈസി അല്ല. നല്ല സെലക്ഷൻ, നല്ല പ്രൊഫഷണൽ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് പാടി. പുറമേ നിന്ന് കേൾക്കുമ്പം അടിപൊളിയാണ്. കാരണം അത്രയും നല്ല ക്ലാപ്പിംഗ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. KSN KVR വെഹിക്കിൾസ് കണ്ണൂർ വിഷൻ ഉത്തര കേരള ഗാനോത്സവം ഗ്രാൻഡ് ഫിനാലെ ജൂനിയർ വിഭാഗം കോഡ് നമ്പർ 305. കാതോടു കാതോരം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം കാതോടു കാതോരം. സംഗീതം ഭരതൻ, വരികൾ ONV കുറുപ്പ്, ലതിക പാടിയത്. വൃന്ദാവന സാരംഗ രാഗം. കാതോടു കാതോരം ജൂനിയർ വിഭാഗം കോഡ് നമ്പർ 305. മോളുടെ പേര് ആരാധ്യ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th മോള് പഠിക്കുന്നുണ്ടെങ്കിലും നല്ല മെച്ചൂർഡ് സിംഗിങ്. എനിക്ക് തോന്നുന്നത് ഈ മോളുടെ ഒരു വോയിസ് ഇത്രയും നാള് പാടിയ വോയിസിൽ നിന്ന് ഒരു ഫോൾസെറ്റ വോയിസിലേക്ക് മോള് ഇപ്പൊ കുറച്ച് നാളേ ഉള്ളൂ പാടി തുടങ്ങിയിട്ട്. ആണോ? ശരിയല്ലേ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന് തുടങ്ങുന്ന ഗാനം. ജി ദേവരാജൻ മാഷിന്റെ സംഗീതം, വയലാർ രാമവർമ്മയുടെ വരികൾ. KJ യേശുദാസ് ആലപിച്ച ഗാനത്തിന്റെ രാഗം കല്യാണി. ചിത്രം മഴക്കാറ്. സീനിയർ മെയിൽ 104. പ്രളയപയോധി ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ
പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധി ഉറങ്ങിയുണർന്നൊരു പ്രധാമയൂഖമേ കാലമേ. രാജേഷ് നല്ല ശബ്ദമാണ്, നല്ല സെലക്ഷനാണ്. പാടി വന്നപ്പോൾ തോന്നിയ കാര്യം ഓപ്പൺ അക്ഷരങ്ങൾ കുറച്ചും കൂടെ ഒതുക്കി പാടിയാൽ കുറച്ചുകൂടെ ഫീൽ കിട്ടുമായിരുന്നു എന്ന് തോന്നി. ഫീൽ ടോട്ടൽ കുറഞ്ഞതായിട്ടാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയത്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തുള്ള കാലമേ എന്നുള്ള സ്ഥലത്തൊക്കെ ചെറിയൊരു ഷിവറിങ് വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ പല്ലവിയുടെ തുടക്കത്തിൽ തന്നെ ശ്രുതി ഔട്ടായിരുന്നു, പിന്നീട് പിടിച്ചു. പക്ഷെ ആ ഒന്നും കൂടി ഈ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ലൈവ് ഓർക്കസ്ട്ര നിങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ ശ്രുതി ശ്രദ്ധിക്കാൻ ഒന്നുകൂടി സമയവും സാവകാശം ഒക്കെ കിട്ടും. നേരെ വെച്ചൊരു കരോക്കെ ആയാലാണെങ്കിൽ ഓൺ ചെയ്ത ഉടനെ തന്നെ ചിലപ്പോൾ പിടുത്തം കിട്ടണമെന്നില്ല, ഫീഡ്ബാക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ശ്രുതി ഒന്നും കൂടെ ഏത് വേദിയിൽ പാടുമ്പോഴാണ് ഇനി മത്സരത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ശ്രുതി ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. വളരെ നന്നായിട്ട് തന്നെ ഓവറോളായിട്ട് പാടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. MK അർജുനൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് വാണി ജയറാം പാടിയ ആശീർവാദം എന്ന സിനിമയിലെ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ എന്ന് തുടങ്ങുന്ന ഗാനം, സീനിയർ ഫീമെയിൽ, കോഡ് നമ്പർ 205.
പേരെന്തായിരുന്നു നമ്മളെ? വന്ദന. വന്ദന. വന്ദന, ഈ പാട്ട് ആര് പാടിയത് കേട്ടാ പഠിച്ചേ? വാണിയമ്മ ലൈവ് ഷോ ആണോ അല്ല ഒറിജിനൽ വേർഷൻ തന്നെയാണോ പഠിച്ചത്? സിനിമയിലെ വേർഷൻ. അതിലത്തെ ഫസ്റ്റ് ഹമ്മിങ്ങില് പഠിച്ച് നല്ലോണം നല്ലോണം പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പഠിച്ചപ്പോ അതിന്റെ ഒറിജിനൽ ചില ലാൻഡിങ് സ്റ്റൈലൊക്കെ സ്വന്തം ഇഷ്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സത്യമല്ലേ? അപ്പൊ ഫസ്റ്റ് ഹമ്മിങ് ഒന്ന് പാടി, ജസ്റ്റ് ഒന്ന്. കട്ടിങ് അല്ലേ ഒറിജിനൽ? അങ്ങനെയല്ലേ ഇത്? എല്ലാത്തിൻ്റെ ആ ലാൻഡിങ്ങിൽ ഒരു കേവ്, ആ സാധനങ്ങളിലൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആയ കുറെ സാധനങ്ങളാണ്. അത് അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം ഫീൽ ചെയ്യാതെ വരുന്നുണ്ട്. അപ്പൊ പഠിച്ചെടുത്തതിൽ കുറേ സംഗതികൾ മാറ്റി പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പിച്ചിങ് കുറേ പ്രശ്നങ്ങൾ, ശ്രുതി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആ രേഖയിൽ, സീമന്ത രേഖയിൽ പാടിയപ്പോൾ രേഖയിൽ നിന്ന് ശ്രുതി എന്ന രേഖയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ. പിന്നെ പ്രിയദേവൻ പാടിയത്, അനുപല്ലവിയിലെ പ്രിയദേവൻ എന്ന് പറഞ്ഞ സാധനം ട്യൂണ് മാറിയിട്ടുണ്ട്. എന്താണ്, പ്രിയദേവൻ എനിക്ക് തന്നു അല്ലേ, ആ പോർഷൻസ്. പിന്നെ പുടവ തന്നു, അതൊക്കെ ഷാർപ്പാണ്. പിന്നെ സീമന്തിനി എന്നാണ്, പക്ഷെ അതല്ല പാടിയത്, വേറൊരു സാധനമാണോ പാടിയത് അല്ലേ. അതുപോലെ നിനക്ക് തന്നു, സെയിം തിങ് ചരണത്തിലും. അതായത് ഒന്നുകൂടി പാട്ട് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. ഇതെനിക്ക് തോന്നുന്നു കൂടെ പാടിയാണ് പഠിച്ചത്, ആണോ അല്ലയോ? അത് മാറ്റണം. ഒരു പാട്ട് പഠിക്കുന്ന മെത്തേഡ് മാറണം. ഈ കൂടെ പാടുമ്പോൾ തോന്നുന്നു നമ്മൾ പാടുന്നത് കറക്റ്റ് ആണെന്ന്. അല്ല, ഒരു പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു 10-20 തവണ വീണ്ടും കൂടെ പാടാതെ പാട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം ഓരോ വരികൾ എടുത്തിട്ട് പോസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് വൃത്തിയാക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ മനസ്സിലാവും. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കുറ്റം പറഞ്ഞതാണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, സത്യം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, എനിവേ വന്ദന, നല്ല സെലക്ഷൻ, നല്ല ആ വോയിസ്, നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ഒന്ന് ത്രോ ഉള്ള ഈ പാട്ടിന് പറ്റിയൊരു, വാണിയമ്മയുടെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ആ ഒരു സ്റ്റൈലിലേക്ക് വരണമെങ്കിൽ നല്ല പാടാം, നല്ലോണം നല്ല വോയിസ് ഒക്കെ നല്ലതാണ്. പഠിച്ചെടുത്തതിലുള്ള പ്രശ്നമാണ്. കാരണം നമ്മളെ പണി അത് എത്രമാത്രം നീതി പുലർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. സ്ട്രെയിറ്റ് നോട്ട്സ് ആണ്. അപ്പൊ ശ്രുതി ഔട്ട് ആവുന്നത് വേഗം മനസ്സിലാവും. കറക്റ്റ് സ്വരത്തിലാണ് നിർത്തുന്നത്. കൂടുതലും നോട്ട്സ് അങ്ങനെ തന്നെയാണ് സംഗതികളിൽ. ശ്രദ്ധിക്കുക. അപ്പൊ താങ്ക് യു. ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, ONV കുറുപ്പിന്റെ വരികൾ, പാടിയത് പി മാധുരി, രാഗം ശുദ്ധധന്യാസ്. പ്രിയ സഖി ഗംഗേ പറയൂ, ജൂനിയർ വിഭാഗം, കോഡ് നമ്പർ 307. പ്രിയമാനസനെ
നിപുണ. നിപുണ എത്രയിലാണ് പഠിക്കുന്ന മോളെ? 6ാം ക്ലാസ്സിൽ. ഓക്കെ. പ്രിയസഖി ഗംഗ എന്നുള്ള പാട്ട് ആരാ പാടിയെന്നറിയോ? ആരാ? മാധുര്യമ്മ. ഓക്കെ, നന്നായി പാടി കേട്ടോ. മൈക്കിന്റെ പ്ലേസ്മെന്റ് ആദ്യം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ആദ്യം തുടങ്ങിയപ്പം ഇങ്ങനെ 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 ആക്കി പിടിച്ചു, ഇങ്ങനെ പിടിച്ചാ പാടി. ഇങ്ങനെ പിടിച്ചു നോക്കിയേ, ഇങ്ങനെ പിടിച്ചു നോക്കി. ഒന്ന് പാടി നോക്കിയേ, ആദ്യത്തെ വരി. പ്രിയസഖി ഗംഗേ. കറക്റ്റ് ആയില്ലേ? നമ്മള് ഇങ്ങനെ പാടരുത്. ഈ മൈക്കിന്റെ ഫുൾ വോയിസ് കറക്റ്റ് കിട്ടണമെങ്കിൽ ഈ ലെവൽ നമ്മൾ മൈക്ക് പിടിക്കണം. സഖി അല്ല സഖി. വാക്കുകളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ബാക്കി ഷിജിമേൻ പറയും. റെഡി. വേറെ ഞാൻ കാര്യമായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇടയ്ക്കൊരു അനുപല്ലവിയൊക്കെ തുടങ്ങിയ സ്ഥലമൊക്കെ. മോള് 6ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? മോള് നന്നായിട്ട് പാട്ട് പഠിക്കണം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിംഗറാണ്. പ്രത്യേകിച്ച് ശ്രുതി നല്ല ശ്രുതിബോധമുണ്ട്. നല്ല ശ്രുതിബോധമുള്ള ഒരാളാണ്. സംഗീതം പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് ബേസ് പോർഷനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സംഗതികള്, ഈ പാട്ടിന്റെ സംഗതികളെല്ലാം മോള് പ്ലെയിൻ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. ഹമ്മിങ് അതെ, പറയൂന്നതെ, ഒരു വകയുള്ള മാനസ സരസിലെ അക്കരെയോ മാധുര്യമ്മ അത്ര പ്ലെയിൻ ആയിട്ടല്ല പാടിയത്. അതിലെല്ലാം ഒരുപാട് മോഡുലേഷൻ ഉണ്ട്. പക്ഷെ മോള് പാടിയത് കേൾക്കുമ്പോൾ ഓവറാൾ നല്ല സുഖമുണ്ട്. ഒരു ആനച്ചന്തം എന്ന് പറയില്ലേ നമ്മള്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരുപാട് പോരായ്മകള് മ്യൂസിക്കലി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ മോള് അത് ഒന്നും കൂടി മ്യൂസിക് നന്നായിട്ട് ഒന്നും കൂടി പഠിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1-2 വർഷത്തിനുള്ളിൽ മോൾക്ക് ഈ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റും. പക്ഷെ മോളുടെ പ്രായത്തിലും മോളുടെ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ആ പാട്ട് വലിയ കുഴപ്പമില്ലാതെ നല്ല സുഖമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു മത്സരത്തിന് വിധികർത്താവായിട്ടിരിക്കാൻ സാധിച്ചതിൽ. ഇതിപ്പോൾ കാണുമ്പോൾ ഈ ജില്ലാ കലോത്സവത്തിനും സംസ്ഥാന കലോത്സവത്തിനും രാവിലെ മുതലേ മത്സരം നടത്തി രാത്രി വൈകിട്ട് ഈ സമ്മാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് അമ്മമാരും കുടുംബക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉള്ളത്. കസേര ഒഴിവാണ്, ബാക്കി കമ്മിറ്റിക്കാരും. അപ്പോൾ എല്ലാവരും മനസ്സിലായിരിക്കും വേഗം നീട്ടാണ്ട് പറഞ്ഞിട്ട് പോയെങ്കിൽ ഇതൊന്നും കഴിച്ചിട്ട് പോകായിരുന്നു എന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാലും ഇത്രയും നിങ്ങൾ സഹിച്ചില്ലേ, അതുകൊണ്ട് ഒരു 2 വാക്കും കൂടി പറയാം. ഓൾറെഡി നമ്മൾ പാട്ടിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഇന്ന് നമ്മൾ പാടിയ 18 പാട്ടുകളും യഥാർത്ഥത്തിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒന്നും മോശമല്ല. കാരണം നിങ്ങളുടെ പല കയ്യടിയിലും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇന്നത്തെ ഗാനോത്സവം എന്നൊരു പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ണിനും കാതിനും എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആയിരുന്നു അല്ലേ? വ്യത്യസ്ത സംഗീതാസ്വാദകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ പാട്ടുകൾ വ്യത്യസ്ത സ്ഥലത്തുള്ള വ്യത്യസ്ത രീതിയിലുള്ള വിവിധ കലാകാരന്മാർ ആലപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, ഒരു ഗാനമേള കണ്ട ഒരു ഫീലുണ്ട് അല്ലേ? കുറേ നല്ല പാട്ടുകൾ കേൾക്കാൻ. തിരിച്ചും ഞങ്ങൾക്കും അത് തന്നെയാണ് ഉള്ളത്. പാട്ടിനെ പറ്റിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മത്സരങ്ങളെ ഒന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മെയിലിൽ 5 പാട്ടുകാരാണ് ഉണ്ടായത്. നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ആയിരിക്കും മെയിലിലും ഫീമെയിലിലും ജൂനിയേഴ്സിലൊക്കെ ഉണ്ടാവുക. കാരണം അടുത്തടുത്ത് മാർക്കുകൾ തന്നെയാണുള്ളത്. എന്തായാലും ഞാൻ മെയിൽ കാറ്റഗറിയിലെ വിജയികളുടെ പേര് ഞാൻ പറയാം. മെയിലിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോഡ് നമ്പർ 101. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോഡ് നമ്പർ 102. 102 എന്ന് പറയുന്ന പാട്ട് ശ്രീലവസന്തം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നക്ഷത്ര ദീപങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഓക്കെ, ഇനി പേര് പിന്നീട് കമ്മിറ്റി പറയും, പാട്ടുകാരുടെ പേര് പറയും. അപ്പോൾ ഇനി ഫീമെയിൽ കാറ്റഗറി കമറുക്ക അനൗൺസ് ചെയ്യും. ഈ വൈകിയ വേളയിൽ ഞാനും കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾ വിത്ത് ഓർക്കസ്ട്രയോട് കൂടിയിട്ട് ഇത്തരത്തിൽ നല്ലൊരു മത്സരം സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് നല്ല മനസ്സിന് കുളിർമയേകുന്ന പാട്ടുകൾ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും പാടിയത്. ലൈവ് പാടുമ്പോഴുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളല്ലാതെ കണ്ട് പരമാവധി എല്ലാവരും
ഓരോ പാട്ടിനും നീതിപുരത്ത് തന്നെ പാടിയതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓരോ പാട്ടിനും കൃത്യമായ അതിൻ്റെ ഡീറ്റെയിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയും കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഫലപ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ പാട്ട് പറഞ്ഞത് മാറിയോ? ഫസ്റ്റ് പറഞ്ഞത് ശ്രീലവസന്തമാണ് അനൗൺസ് ചെയ്തത്, കറക്റ്റ് അല്ലേ? സെക്കൻഡ് പറഞ്ഞത് നക്ഷത്ര ദീപങ്ങളാണ്, ആണ്, കറക്റ്റാണ്. കോഡ് നമ്പർ 102 ഫസ്റ്റ്, ഇങ്ങനെ തന്നെ പറഞ്ഞേ. 101 സെക്കൻഡ്, കറക്റ്റ് അല്ലേ? ആണ്, കൺഫ്യൂഷൻ ആക്കല്ലേ. അല്ല, അത് തിരിഞ്ഞു പോയതാണ്. 101 ആദ്യം പാടിയത്, 102 രണ്ടാമത് പാടിയത്. ഓക്കെ, ക്ലിയർ. ഇപ്പോൾ സീനിയർ ഫീമെയിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് 202. പാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. തുടിയിൽ എന്ന ഗാനമാണ് 2ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 1ാം സ്ഥാനം കോഡ് നമ്പർ 204 അങ്കോപാങ്കം. വിജയികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇനി ജൂനിയർ വിഭാഗത്തിൻ്റെ ഫലപ്രഖ്യാപനം ഷിജി രാജൻ നിർവഹിക്കുന്നതാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജൂനിയർ വിഭാഗത്തിൽ കോഡ് നമ്പർ 308 1ാം സ്ഥാനം, കോഡ് നമ്പർ 305 2ാം സ്ഥാനം. 308 കണ്ണോട് കാണുന്നതെല്ലാം പാടിയ കുട്ടി, പേരറിയില്ല, പേര് ഓർമ്മിക്കുന്നില്ല. 305 കാതോട് കാതോരം. താങ്ക് യു. റിസൾട്ടിൽ ഹാപ്പി അല്ലേ? പ്രതീക്ഷിച്ച പാട്ടുകളൊക്കെ തന്നെയല്ലേ വന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. ഫീമെയിൽ ഫസ്റ്റ് കണ്ണോട് കാൺപതല്ല, ഫീമെയില് 204 അങ്കോപങ്കം. ആ, ഓക്കെ. സെക്കൻഡ് 202 കാതോട് കാതോരം. ഫീമെയിൽ 202 പാടി തൊടിയിൽ. പാടി തൊടിയിൽ. ഓക്കെ, 202. ഓക്കെ. കുട്ടികളിൽ 308 കണ്ണോട് കാണുന്നതെല്ലാം ഫസ്റ്റ്. 305 കാതോട് കാതോർ അല്ലേ? ഓക്കെ ഓക്കെ. 305 2 ആരാധ്യ. ഓക്കെ. മത്സരാർത്ഥികളുടെ പേര് ശ്രീനിയേട്ടൻ പറയും. അപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശീലവസന്തം എന്ന പാട്ട് പാടിയ അശ്വിൻ ചൊവ്വ, മെയിൽ, സീനിയർ മെയിലിൽ. 2ാം സ്ഥാനം അശ്വിൻ ചൊവ്വ. അശ്വിൻ കഴിഞ്ഞ വർഷത്തെ ജേതാവാണ് കേട്ടോ. അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കുറേ സ്ഥിരമായി കാണുന്ന മത്സരാർത്ഥികളെ കാണുന്നുണ്ട്. ഇനി അടുത്ത KSNDCയിൽ അശ്വിൻ ഈ ഏരിയയിലേക്ക് വന്നു പോകരുത്. സ്നേഹത്തോടെ പറയുകയാണ്, വേണമെങ്കിൽ അശ്വിനെ അടുത്ത വർഷം വിധികർത്താവായിട്ട് ഇരുത്തണം. അതിനുള്ള കപ്പാസിറ്റി അശ്വിനുണ്ട്. അങ്ങനെയാണ് അശ്വിൻ ഈ രംഗത്തേക്ക് വരുന്നത്. കാരണം നമ്മളെല്ലാം പണ്ടങ്ങനെയല്ലേ വന്നേ അല്ലേ? നമുക്ക് ഇത്തിരി ഫ്രീ ആയിട്ട് പറയാലോ. അതിനുള്ള കപ്പാസിറ്റി അശ്വിനുണ്ട്. കാരണം സ്ഥിരമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ അശ്വിനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലമായി. സകലമാന മത്സരത്തിനും കാണും. അപ്പോൾ ഇനി വലിയ റിയാലിറ്റി ഷോയിൽ പോവുക കേട്ടോ. സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, തമാശയുടെ എടുത്താൽ മതി. 2ാം സ്ഥാനം നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം പാടിയ മെയിൽ സീനിയർ തേജസ് പ്രസീദ്. ഉള്ളവരൊരു കയ്യടി കൊടുക്ക്. തേജസ് പോയി. തേജസിൻ്റെ അമ്മ വരുന്നുണ്ട്. ഫീമെയിൽ 1ാം സ്ഥാനം അങ്കോപാങ്കം പാട്ട് പാടിയ മേഘ തമ്പാൻ. 2ാം സ്ഥാനം വർഷ കണ്ടക്കൈ. കുട്ടികൾ 1ാം സ്ഥാനം നമ്മുടെ നാട്ടുകാരിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ആരാധ്യ മനോജ്. 2ാം സ്ഥാനം ആരാധ്യ സുബീഷ്. കഴിഞ്ഞ വർഷം ജൂനിയർ 1ാം സ്ഥാനം നേടിയ ആളാണ് ആരാധ്യ സുബീഷ്. 2ാം സ്ഥാനം ആരാധ്യ സുബീഷ്. ഉത്തര കേരള ഗാനോത്സവം മെഗാ ഫിനാലെ ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ആരാധ്യ സമ്മാനം സ്വീകരിക്കുകയാണ് രതീഷ് കുമാർ പല്ലവിയിൽ നിന്നും.
താങ്ക് യു. അടുത്തതായി ആരാധ്യ സുബീഷ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരാധ്യ സുബീഷ്. രതീഷ് കുമാർ പല്ലവിയിൽ നിന്നും സമ്മാനം സ്വീകരിക്കുകയാണ് ആരാധ്യ. താങ്ക് യു. ഫീമെയിൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മേഘ തമ്പാൻ. മേഘ തമ്പാനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മേഘയ്ക്കുള്ള ഉപഹാരം നൽകുന്നതിനായി ഷിജി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മേഘ തമ്പാൻ സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. ഫീമെയിൽ വിഭാഗത്തിലുള്ള ഒന്നാം സമ്മാനമാണ് നേടിയിരിക്കുന്നത്. അടുത്തതായി രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് വർഷ. വർഷയ്ക്കുള്ള സമ്മാനം നൽകുന്നതിനായി ഷിജി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സീനിയർ മെയിൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അശ്വിൻ ചൊവ്വ. അശ്വിൻ ചൊവ്വയ്ക്കുള്ള ഉപഹാരം നൽകുന്നതിനായി കമറുദ്ദീൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് തേജസ് പ്രസീദ്. തേജസ് പ്രസീദിന് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങുകയാണ് തേജസിന്റെ അമ്മ. അമ്മയുടെ പേര് തേജസിന്റെ അമ്മ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. പ്രതിഭയായ മകന് വേണ്ടി സമ്മാനം ഏറ്റുവാങ്ങുകയാണ് ഈ അമ്മ. കൈയടിക്കാൻ ആളുകളെല്ലാം കുറവാണെന്ന് തോന്നുന്നു. KSNDC സുവർണ ജൂബിലി സാംസ്കാരികോത്സവം 2025 ജനുവരി മുതൽ ഡിസംബർ വരെ വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. കരിങ്കിൽക്കുഴി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് സുവർണ ജൂബിലി സാംസ്കാരികോത്സവം ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച KSNDC KVR വെഹിക്കിൾ, കണ്ണൂർ വിഷൻ ചാനൽ, ഉത്തര കേരള ഗാനോത്സവം, മെഗാ മ്യൂസിക് റിയാലിറ്റി ഷോ, സംഗീത പ്രതിഭകൾ മാറ്റുരച്ച് വിജയം നേടിയ മത്സരമാണ് സമാപിച്ചിരിക്കുന്നത്. പരിപാടികൾ സമാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.